10ാം ക്ലാസ് പഠിക്കേണ്ട ഒരു പോയിട്രിയാണ് ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അതിൻ്റെ ഒരു അപ്രിസിയേഷനാണ്, വിശദമായി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ഇത്രമാത്രം എഴുതുമൊന്നും വേണ്ട, ഞാൻ വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ ഇതിൽ വായിക്കുന്നുള്ളൂ. W.B. ഈസ്റ്റാണ് ഈ പോയിട്രി എഴുതിയത്. വില്യം ബട്ട്ലർ ഈസ്റ്റാണ്. നമുക്കിങ്ങനെ തുടങ്ങാം. പോയിട്രി അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് its philosophy and belief are outlined in the poetry. ഇതിൻ്റെ തത്വജ്ഞാനവും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. A ballad has been defined as narrative poem. It is a simple song or a poem. Especially it tells a story, typically a heroic section. It has roots in oral tradition. Ballad has had an enormous influence on English. Its poetry is full of strange vision. ഒരു ദുരൂഹമായ വിഷൻസ് നമുക്ക് കാണാൻ കഴിയും. which carry us out of this world even when deal with the most familiar subjects. നമുക്ക് ഏറ്റവും പരിചിതമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പോയട്രി ഒരു ദുരൂഹമായ വിഷനാണ് നമുക്ക് സമ്മാനിക്കുന്നത്. He can also be called a religious poet like Wordsworth and William Blake. ഇതിനെ ഒരു റിലീജിയസ് പോയിറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ആരെപ്പോലെ? വില്യം വേർഡ്സിനെ പോലെയും വില്യം ബ്ലാക്കിനെ പോലെയും. It's revolutionized English poetry with this new brand of poetry. W.B. is a significant English poet of 20th century. He was a pillar of both Irish and British literary establishments. In the poem The Ballad of Father Gilligan, the poet W.B. Yeats beautifully depicts the development service of an ideal parish priest. Even ഫാദർ ഗില്ലിഗൻ, ആ പ്രീസ്റ്റിൻ്റെ പേര് ഫാദർ ഗില്ലിഗൻ. ഹി വാസ് എൻ ഓൾഡ് ആൻഡ് ടയർഡ്. ദ പോയറ്റ് ഗീവ് us the clear picture of devoted and kind, pious and service-able priest. The poets give a clear picture. പോയറ്റ്സ് നമുക്ക് വളരെ വ്യക്തമായൊരു പിക്ചർ തരികയാണ്. അർപ്പിതനായ, ദയുള്ള, ഭക്തിയുള്ള, സേവന മനോഭാവമുള്ള ഒരു പ്രീസ്റ്റിൻ്റെ ചിത്രമാണ് നമുക്ക് തരുന്നത്. ഫാദർ ഗില്ലിഗൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്, കോമിറ്റ് പറയാണ്,
എൻ ഓൾഡ് പ്രീസ്റ്റ്, ഫാദർ ഗില്ലിഗൻ എന്താണ്, ഒരു ഓൾഡ് പ്രീസ്റ്റ് വാസ് ടയേർഡ്. അടുത്ത കാര്യം വളരെ അദ്ദേഹം സാഡാണ്, ദുഃഖിതനാണ്. ഹി വാസ് സാഡ് because all his parishioners were under the threat of an epidemic. ഒരു പകർച്ചവ്യാധിയുടെ ഭീഷണിയിലാണ് ആ ഇടവകയിലെ എല്ലാ ജനങ്ങളും. പകർച്ചവ്യാധിയുടെ ഭീഷണിയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സാഡാ. വൺ ഈവനിങ് എ മാൻ came to the priest. ഒരു വൈകുന്നേര സമയത്ത് ഒരാൾ വന്ന് പ്രീസ്റ്റിനോട് പറഞ്ഞു, ഹിസ് ഫ്രണ്ട് വാസ് ഗോയിങ് ടു ഡൈ. മരിക്കാൻ പോവുകയാണ്. ഫാദർ അദ്ദേഹത്തോട് പറഞ്ഞു, ഹി വുഡ് വിസിറ്റ് സൂൺ. ഫാദർ ഗില്ലിഗൻ begin to complain. ഉടനെ തന്നെ ഫാദർ ഗില്ലിഗൻ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. He had no rest or peace since the people continue to die in this area. എനിക്ക് റെസ്റ്റില്ല, സമാധാനമില്ല എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. Realizing his mistakes, അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു ഗോഡ്സ് ഫോർഗീവ്നെസ്, ദൈവത്തിൻ്റെ ക്ഷമ ചോദിച്ചു. ബൈ സെയിങ്, എന്തു പറഞ്ഞുകൊണ്ടാണ് ക്ഷമ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ, ഇറ്റ് വാസ് ഹിസ് ടയേർഡ് ബോഡി, എൻ്റെ ക്ഷീണിതമായ എൻ്റെ ശരീരമാണ് ഇത് സംസാരിച്ചത്, അല്ലാതെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതല്ല. ദൈവമേ എന്നോട് പൊറുക്കണേ. ദോസ് വേർഡ്സ് ആൻഡ് ദാറ്റ്സ് വേർഡ്സ് ഹാഡ് നോട്ട് കം ഔട്ട് ഫ്രം ദൈസ് ഹാർട്ട്സ്. ഹി knelt and prayed. അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ഉറക്കത്തിലേക്ക് വീണു എന്നാണ്. നെക്സ്റ്റ് മോർണിംഗ് he woke up from the sleep and realizes that he didn't go to the dead man's house. A word came from his mouth. It is a word of expressions of sad. Thinking that man had died, he lost his horse. കുതിരയെ നിർത്തി immediately and rode carelessly. അതിന് പുറത്ത് സഞ്ചരിച്ചു carelessly with the intention to reach the poor man's house at earliest. എത്രയും പെട്ടെന്ന് അയാളുടെ വീട്ടിലെത്തണമെന്ന ഉദ്ദേശത്തിൽ. ഫാദർ ഗില്ലിഗൻ റീച്ച് ദ സിക്ക് മാൻ ഹോം. അസുഖബാധിതനായി കിടക്കുന്ന ആ മനുഷ്യൻ്റെ വീട്ടിലെത്തി. സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാതിൽ തുറന്നു. ഫാദർ ഗില്ലിഗൻ എൻക്വയർഡ് അബൌട്ട് ദ സിക്ക് മാൻ. ആ മനുഷ്യനെക്കുറിച്ച് അന്വേഷിച്ചു. ആൻഡ് കെയിം ടു നൗ ദാറ്റ് ഹി ഹാഡ് ഡൈഡ് an hour ago. ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചു. Repentance came to him, for he had not been able to do his assigned duty. പശ്ചാത്താപം അദ്ദേഹത്തിൽ നിന്ന് വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അസൈൻഡ് ഡ്യൂട്ടി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അസൈൻഡ് ഡ്യൂട്ടി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. മരിക്കുന്നതിന് മുമ്പ്
അതിന് അന്ത്യ കുദാശ നൽകുക എന്നത് അദ്ദേഹത്തിൻ്റെ സർവീസാണ്. അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. The dead man's spouse told him that after he had gone away, her husband turned and died as merry as a bird. ഫാദർ, താങ്കൾ പോയില്ലേ, അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഒരു പക്ഷി എങ്ങനെയാണോ മരിക്കുന്നത് അതേപോലെ സന്തോഷത്തോടെ മരണപ്പെട്ടു. ഓൺ ഹിയറിംഗ് ദിസ് വേർഡ്സ്, ഓൾഡ് പ്രീസ്റ്റ് ഗില്ലിഗൻ അണ്ടർസ്റ്റുഡ് വാട്ട് ഹാപ്പൻസ്. ഇത് കേട്ടപ്പോൾ ഓൾഡ് പ്രീസ്റ്റ് ഗില്ലിഗന് കാര്യം മനസ്സിലായി. He understood. The God had sent one of his angels to do the work that was assigned to him. The God has sent one of his angels to do assigned duty to him. He knelt and prayed to God. He addressed God as one who has made the trying nights. Father Gilligan was grateful to God for being kind and merciful to him. The poem is in short stanza. It narrates a story. Poem has successfully employed the rhyming scheme. Visual and auditory image are also used. The poem is a typical of its achievements. The poem is unique for its vanity and proportion in form and content. Make the abundant use of the image and symbols. He found that image and symbols could be explored and express the multiple richness of the experience much better than ordinary words in ordinary situation. The poem is typical of its achievements. The poem is a typical its achievement. The poem is unique for its sanity and proportions in form and content. The rhyming scheme, A, B, C, B, and the twist patterns that give the poem its rocking motion and visual image all add beauty to the poem. ഈ പോയത്തിൻ്റെ അവസാന ഭാഗം കാര്യങ്ങൾ, പോയട്രിയെക്കുറിച്ചുള്ള അവസാന ഭാഗത്തുള്ള ഈ ഭാഗങ്ങൾ മറ്റു പോയട്രിക്കും ഉപയോഗിക്കാൻ പറ്റും, ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട്.